ആക്രമണത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന പാകിസ്ഥാന്റെ ആവശ്യത്തെ പിന്തുണച്ച് ചൈന. പാകിസ്ഥാന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി ഉറപ്പു നൽകി. വേണ്ടത് നിഷ്പക്ഷമായ അന്വേഷണമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. വിവരങ്ങളുമായി അനീഷ് ചെറുവള്ളി ചേരുന്നു. അനീഷ്, പാകിസ്ഥാന് പിന്തുണയുമായി ചൈന രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സോന, സമീപകാലത്തൊന്നും ഒരു വിഷയത്തിലും പാകിസ്ഥാനെ പരസ്യമായി തള്ളിപ്പറയുന്ന ഒരു നിലപാട് ചൈന സ്വീകരിച്ചിട്ടില്ല. ഇതിൻ്റെ തുടർച്ചയെന്നോണം വേണം നമുക്ക് ചൈനയുടെ പുതിയ നിലപാടിനെയും പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട ചൈനയുടെ പുതിയ നിലപാടിനെയും നമുക്ക് കാണാൻ. പ്രധാനമായും ഇന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ഒപ്പം തന്നെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറും തമ്മിലാണ് ഇന്ന് ഫോണിൽ ചർച്ച നടത്തിയത്. നമുക്കറിയാം ചൈനയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ അവർക്ക് പരസ്പരം പല വിഷയങ്ങളിലും അവർക്ക് തന്ത്രപ്രധാനമായ പങ്കാളിത്തം പരസ്പരം ഉണ്ടെന്ന് കരുതുന്ന രണ്ട് രാജ്യങ്ങൾ കൂടിയാണ്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പിന്തുണയുമായി ഇപ്പോൾ ചൈന രംഗത്തെത്തിയിരിക്കുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും തമ്മിൽ ഇന്ന് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് ഇപ്പോൾ ഫോണിൽ സംസാരിച്ചിരിക്കുന്നത്. അവർ പ്രധാനമായും ഇത് സംബന്ധിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇന്നിപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിലാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ള പിന്തുണയുമായി ചൈന ഇപ്പോൾ എത്തിയിരിക്കുന്നുവെന്ന് വ്യക്തമായത്. അവർ പ്രധാനമായും പറയുന്നത് പാകിസ്ഥാന്റെ അഖണ്ഡത സംരക്ഷിക്കാനായി ചൈനയൊപ്പം നിൽക്കും. നമുക്കറിയാം, പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന പല തെളിവുകളും ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിൽ ഇതേ തുടർന്ന് ഇന്ത്യ ചില ശക്തമായ നടപടികളും പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചൈനയുടെ ഒരു പിന്തുണ തേടിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലൊരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന ചില ആശങ്കകളൊക്കെ ഇപ്പോൾ പാകിസ്ഥാന് മുന്നിലുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള നദീജല കരാറും ഒപ്പം തന്നെ വാഗാ അതിർത്തി ഉൾപ്പെടെ അടയ്ക്കുന്ന ചില നടപടികളും ഇന്ത്യ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇനിയും ഇതിൽ കൂടുതൽ ശക്തമായ നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പാകിസ്ഥാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പാകിസ്ഥാനെതിരെ അവർ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ശക്തമായ നടപടി ഇന്ത്യ സ്വീകരിക്കുമെന്ന ചില മുന്നറിയിപ്പുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നൽകിയിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചൈനയോട് പിന്തുണ തേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമാകുന്ന തെളിവുകൾ ഉൾപ്പെടെ വന്ന സമയങ്ങളിൽ പാകിസ്ഥാൻ പറഞ്ഞത് പാകിസ്ഥാൻ ഇതിൽ പങ്കില്ല, ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ പങ്കില്ല, അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ പങ്കിനെ പറ്റി ഇന്ത്യയുടെ ആരോപണങ്ങൾ തള്ളിക്കളയണം എന്നുള്ളൊരു നിലപാടായിരുന്നു പാകിസ്ഥാന് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ തങ്ങളുടേതായ നിലപാടിൽ ശക്തമായി ഉറച്ചു നിന്നു. പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന ഭീകരർക്ക് പാകിസ്ഥാനുമായി പങ്കുണ്ടെന്നതിന് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളൊക്കെ തങ്ങളുടെ പക്കലുണ്ട്, അതിന് ചില വിവരങ്ങളൊക്കെ തങ്ങളുടെ പക്കലുണ്ട് എന്ന തരത്തിൽ ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഇന്ത്യ നടത്തുന്ന അന്വേഷണം മതിയാവില്ല, പകരം ചൈനയോ റഷ്യയോ ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഒരു ചൈനയുടെ പിന്തുണ പാകിസ്ഥാൻ തേടിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഈ ഒരു ആവശ്യത്തെ ചൈനയും പിന്തുണയ്ക്കുന്നു. കാരണം പാകിസ്ഥാനുമായി വ്യാവസായിക ഇടനാഴി ഉൾപ്പെടെയുള്ള ചില വലിയ ചില പദ്ധതികളൊക്കെ അന്വേഷണം വേണമെന്ന പാകിസ്ഥാന്റെ ആവശ്യത്തെ പിന്തുണച്ച് ചൈന രംഗത്തെത്തിയിരിക്കുകയാണ്. അനീഷ് ചെറുവള്ളിയാണ് വിവരങ്ങൾ നൽകിയത്.